നമസ്കാരം. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ദിവസങ്ങളുടെ അകലം മാത്രം. അവസാനഘട്ട പ്രചാരണങ്ങൾ മുറുകുമ്പോൾ ആർക്ക് മുൻതൂക്കം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം തെളിയുകയാണ്. അഭിപ്രായ സർവേയിലേക്ക് നമുക്ക് പോകാം. ഞെട്ടിക്കുന്ന പല ടിസ്റ്റുകളുമാണ് പലയിടങ്ങളിലും സംഭവിക്കാൻ പോകുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേ, അവസാനഘട്ട അഭിപ്രായ സർവേ പുറത്തു വരികയാണ്. ആദ്യം നമുക്ക് കാസർഗോഡിലേക്ക് പോകാം. കാസർഗോഡിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, അതുപോലെ തന്നെ NDയുടെ സ്ഥാനാർത്ഥി ML അശ്വിനി എന്നിവർ മത്സരിക്കുമ്പോൾ അവിടെ വലിയ ഒരു ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ജയിക്കുമെന്ന അഭിപ്രായ സർവേകൾ പറയുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരിന്റെ മണ്ണിലേക്കാണ്. കണ്ണൂരിന്റെ മണ്ണിൽ നമുക്കറിയാം UDFന്റെ സ്ഥാനാർത്ഥി KPCC പ്രസിഡന്റ് ഒക്കെയായ K സുധാകരൻ മത്സരിക്കുമ്പോൾ MV ജയരാജനാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥി. NDയുടെ സ്ഥാനാർത്ഥി C രഘുനാഥാണ്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് മനോരമയൊക്കെ പ്രവചിക്കുമ്പോഴും ഈസിയായി MV ജയരാജൻ അവിടെ നിന്ന് ജയിച്ചു വരും. LDF അവിടെ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമെന്നാണ് അഭിപ്രായ സർവേകളുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി നേരെ നമ്മൾ പോകുന്നത് വടകരയുടെ മണ്ണിലേക്കാണ്. വടകരയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ എന്നിവരാണ് മത്സരിക്കുന്നത്. വലിയൊരു മാർജിനിൽ തന്നെ KK ശൈലജ ടീച്ചർ ജയിച്ചു പോകും എന്ന് തന്നെയാണ് നമുക്ക് വടകര മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് വയനാട് മണ്ഡലത്തിലേക്കാണ്. വയനാട്ടിൽ നമുക്കറിയാം LDFന്റെ സ്ഥാനാർത്ഥി ആനി രാജയാണ്, UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി, NDയുടെ സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ എന്നിവരാണ് മത്സരിക്കുന്നത്. വയനാട്ടിൽ ഇക്കുറി അട്ടിമറി ജയമാണ് നടക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയെ നേരിയ ഭൂരിപക്ഷത്തിന് ആനി രാജ തോൽപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കോഴിക്കോടിലേക്ക് ചെല്ലുകയാണെങ്കിൽ കോഴിക്കോട് MK രാഘവൻ UDF സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി എളമരം കരീം, NDയുടെ സ്ഥാനാർത്ഥി MT രമേശ് എന്നിവർ ഏറ്റുമുട്ടുമ്പോൾ എളമരം കരീം നല്ലൊരു മാർജിനിൽ തന്നെ കോഴിക്കോടിൽ നിന്ന് ജയിച്ചു പോകുമെന്ന അഭിപ്രായ സർവേകൾ പറയുന്നു. ഇനി നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് ഇക്കുറി ET മുഹമ്മദ് ബഷീർ UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ LDF സ്ഥാനാർത്ഥി V വസീഫാണ്, NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനാണ്. മലപ്പുറം ഇക്കുറി പ്രവചനാതീതമാണ് മത്സരം. പൊന്നാനിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പൊന്നാനിയിലും ഇക്കുറി പ്രവചനാതീതമാണ് മത്സരം. പാലക്കാടിലേക്ക് പിന്നെ പോവുകയാണെങ്കിൽ പാലക്കാട് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ, LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ, NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ എന്നിവർ ഏറ്റുമുട്ടുമ്പോൾ A വിജയരാഘവൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലത്തൂരിലേക്കാണ്. ആലത്തൂരിൽ UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, LDFന്റെ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി സരസു എന്നിവർ ഏറ്റുമുട്ടുമ്പോൾ മികച്ച ഒരു വിജയം തന്നെ K രാധാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി നേടുമെന്ന് ഭൂരിഭാഗം അഭിപ്രായ സർവേകളും പറയുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിന്റെ മണ്ണിലേക്കാണ്. തൃശ്ശൂരിൽ K മുരളീധരൻ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാറും NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും എത്തുന്നു. മികച്ച ഒരു മത്സരം തന്നെയാകും തൃശ്ശൂരിൽ നടക്കാൻ സാധ്യത. അവിടെ നിന്ന് പക്ഷേ ജയിച്ചു പോകാൻ സാധ്യത VS സുനിൽകുമാർ തന്നെയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടിയിലേക്കാണ്. ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാനാണ് UDFന്റെ സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, NDയുടെ സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ്. ഇവർ മൂന്നുപേരും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ജയം LDFനാണ്. C രവീന്ദ്രനാഥ് ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമെന്ന അഭിപ്രായ സർവേകൾ പറയുന്നു. എറണാകുളത്തേക്ക് ചെല്ലുകയാണെങ്കിൽ എറണാകുളത്തും വലിയ ടിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി ഹൈബീഡൻ, LDFന്റെ സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ എന്നിവർ ഏറ്റുമുട്ടുമ്പോൾ ഹൈബീഡനെ ഇക്കുറി ഷൈൻ ടീച്ചർ പരാജയപ്പെടുത്തുമെന്ന് അഭിപ്രായ സർവേയുടെ അവസാനഘട്ട അഭിപ്രായ സർവേയുടെ ഫലം പറയുന്നു. പിന്നെ നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ആണ് UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ആണ്. NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് എന്നിവരാണ്. ഇവർ മൂന്നുപേരും ഏറ്റുമുട്ടുമ്പോൾ ഇക്കുറി LDFനാകും അവിടെ മുൻതൂക്കം എന്ന അഭിപ്രായ സർവേകൾ പറയുന്നു. കോട്ടയത്തേക്ക് പോവുകയാണെങ്കിൽ ഫ്രാൻസിസ് ജോർജ് UDFന്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി അവിടെ എത്തുന്നത് തോമസ് ചാഴിക്കാടനാണ്. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. അവിടെ ഇക്കുറി LDFന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ തന്നെ ജയിക്കുമെന്ന അഭിപ്രായ സർവേകൾ പറയുമ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയുടെ മണ്ണിൽ KC വേണുഗോപാൽ UDFന്റെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി അവിടെ AM ആരിഫാണ്, NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ എന്നിവരാണ്. ഇവർ മൂന്നുപേരും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ജയം AM ആരിഫിന് തന്നെ. മാവേലിക്കരയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷാണ് UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥി CA അരുൺകുമാർ, NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല എന്നിവരാണ്. കൊടിക്കുന്നിൽ സുരേഷിനെ 8 നിലയിൽ ഈ പ്രാവശ്യം CA അരുൺകുമാർ തോൽപ്പിക്കുമെന്ന അഭിപ്രായ സർവേകൾ പറയുന്നു. LDF ഈ കുറി മാവേലിക്കരയിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് എത്തുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. നേരെ ഇനി പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. LDFന്റെ സ്ഥാനാർത്ഥി തോമസ് ഐസക്, NDയുടെ സ്ഥാനാർത്ഥി അനിൽ K ആന്റണി.
അവിടെ ജയം തോമസ് ഐസക്കിനാണെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയും അട്ടിമറി ജയമാണ് നടക്കാൻ പോകുന്നത്. NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി മുകേഷ്, NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എന്നിവർ മത്സരിക്കുമ്പോൾ അവിടെ ജയം മുകേഷിനാണ്. മുകേഷ് നേരിയ ഭൂരിപക്ഷത്തിന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബാക്കി 2 മണ്ഡലങ്ങൾ കൂടി നമ്മൾ പരിശോധിച്ചാൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് UDF സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി വി ജോയ്, NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ എന്നിവർ ഏറ്റുമുട്ടുമ്പോൾ ഭൂരിഭാഗം അഭിപ്രായ സർവേകളിലും പറയുന്നത് പോലെ തന്നെ വി ജോയ് വലിയൊരു ഭൂരിപക്ഷത്തിൽ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചു പോകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവസാന മണ്ഡലമായ തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ശശി തരൂരാണ് UDFന്റെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ജയം LDF സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രനാണ് എന്ന അഭിപ്രായ സർവേകൾ കൂടി പുറത്തു വരികയാണ്. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ 18 ഇടങ്ങളിൽ LDF ജയിച്ചു കയറുമെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മറ്റുള്ള മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട റിപ്പോർട്ടുകളൊക്കെ വെറും പെയ്ഡ് റിപ്പോർട്ടുകളാണ് എന്ന വസ്തുതകളൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഭൂരിഭാഗം നമുക്ക് പലയിടങ്ങളിലുമൊക്കെ നടത്തുന്ന അഭിപ്രായ സർവേകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് നോക്കാം. വലിയ പ്രതീക്ഷ വെക്കുന്ന തിരുവനന്തപുരത്ത് എന്താണ് UDFന് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശശി തരൂർ എന്ന് പറയുന്ന അവരുടെ നേതാവിന് സത്യത്തിൽ ആ നാട്ടുകാരെ ലോക്സഭാ മണ്ഡലത്തിലുള്ള വോട്ടർമാരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ശശി തരൂരിനൊന്നും ഒരു വിഷയത്തിലും, അതായത് പൗരത്വ ഭേദഗതി നിയമത്തിൽ, മണിപ്പൂർ വിഷയത്തിൽ, ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലൊന്നും വ്യക്തമായ നിലപാട് പറയാനോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ നേരിടാൻ പോകുന്ന തോൽവിക്ക് കാരണം NK പ്രേമചന്ദ്രൻ തന്നെയാണ്. കാരണം മോദി സർക്കാരിനെതിരെ വലിയ വായിട്ടലച്ചിരുന്ന NK പ്രേമചന്ദ്രൻ അവസാന ഘട്ടത്തിൽ മോദിക്കൊപ്പം വിരുന്നിന് പോയി, മോദിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മോദിയെ പ്രകീർത്തിച്ചുകൊണ്ട്, മോദിയെ പുകഴ്ത്തിക്കൊണ്ട് NK പ്രേമചന്ദ്രൻ നടത്തിയ മോദി ഗ്യാരണ്ടിയെ കുറിച്ചൊക്കെ സംസാരിച്ചതൊക്കെ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിച്ചത് വോട്ടർമാർ കണ്ണു തുറന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് NK പ്രേമചന്ദ്രനെ ഇക്കുറി കൊല്ലംകാർ കൈവിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പത്തനംതിട്ടയിലേക്ക് വന്നാൽ നമുക്കറിയാം, പത്തനംതിട്ടയിൽ ഇക്കുറി ആന്റണിക്ക് ഒരു സ്പേസ് ഇല്ല എന്ന് നമുക്കറിയാം. അവിടെ ഈ പറയുന്ന NDA വലിയ രീതിയിൽ ജയിക്കുമെന്നൊക്കെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അനിൽ കെ ആന്റണി UDF പിടിക്കുന്ന അത്രയും വോട്ട് പോലും പിടിക്കില്ല എന്നതാണ് വസ്തുത. അവിടെ തോമസ് ഐസക്ക് വലിയ മാർജിനിൽ തന്നെ ജയിച്ചു കയറുമെന്ന് പറയുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവ് അതിദാരുണമായി തോൽക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം രാജ്യം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ സംഘപരിവാരങ്ങൾക്കെതിരെ, RSSനെതിരെ, BJPക്കെതിരെ മത്സരിക്കേണ്ട KC വേണുഗോപാൽ കേരളത്തിൽ വന്ന് ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി, LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി, LDFന്റെ സിറ്റിംഗ് MP തോൽപ്പിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതിൽ ജനങ്ങൾക്ക് വലിയ അമർഷമുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാലിനെ ജനങ്ങൾ 8 നിലയിൽ പൊട്ടിച്ചോടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൃശ്ശൂരിൽ മുരളീധരൻ തോൽക്കാൻ പോകുന്നത് വലിയ ഒരു തോൽവി തന്നെയാണ്. കാരണം ഈ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അവിടെ TN പ്രതാപൻ, അവിടുത്തെ സിറ്റിംഗ് MP തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞൊരു പ്രചാരണം നടത്തിയത് നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് ഈ പറയുന്ന TN പ്രതാപനെ മാറ്റുന്നു, മുരളീധരൻ അവിടെ വരുന്നു. കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്. മുരളീധരനെ ഇത്തവണ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ചില ആളുകളുണ്ട്. അതിനിടയിലാണ് മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നതും വളരെ വേഗത്തിൽ തന്നെ, വൈകാതെ തന്നെ ഏട്ടനും BJPയിലേക്ക് എത്തുമെന്ന പ്രസ്താവനയൊക്കെ നടത്തുന്നത്. എന്തായാലും മുരളീധരനെ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ UDFൽ തന്നെ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് എന്ന രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ തൃശ്ശൂരിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇക്കുറി മുരളീധരന് ഒരു സാധ്യതയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ 8 നിലയിൽ പൊട്ടാൻ പോകുന്ന ഒരു സീറ്റ് കണ്ണൂരാണ്. കണ്ണൂരിൽ ഈ പറയുന്നത് പോലെ KPCC പ്രസിഡന്റ് K സുധാകരനാണ് മത്സരിക്കുന്നത്. അതായത് RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്. ഞാൻ എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. മോൺസം മാവുങ്കൽ കേസിലെ 2ാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് കണ്ണൂരിൽ മത്സരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഒട്ടും വിശ്വാസം K സുധാകരനിൽ ജനങ്ങൾക്കില്ല. അതായത് BJPയിലേക്കൊക്കെ പോകുമെന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുക? അതുകൊണ്ടൊക്കെ തന്നെ കണ്ണൂരിൽ അതിദാരുണമായ തോൽവി തന്നെയാകും ഈ പറയുന്ന K സുധാകരൻ ഏറ്റുവാങ്ങുക. വടകരയിൽ സംഭവിക്കാൻ പോകുന്നതും ഷാഫി പറമ്പിൽ പൊട്ടാൻ പോകുന്ന പൊട്ടൽ ഒരു 1.5 പൊട്ടലായിരിക്കും. കാരണം ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിന്റെ UDF സൈബർ ബിങ്ങോ ഒക്കെ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന് ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ മറുപടി തരും. വമ്പൻ ഭൂരിപക്ഷത്തിൽ ഈ 20 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ച് ലോക്സഭയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി അത് KK ശൈലജ ടീച്ചറാണ്. KK ശൈലജ ടീച്ചറിന്റെ വിജയം അതിഗംഭീരമായ വിജയമായിരിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ പലയിടങ്ങളിലും തോക്കാനുള്ള സാധ്യത, UDFന്റെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന പല കോട്ടകളും LDF തകർത്തടിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനഘട്ട അഭിപ്രായ സർവേകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ
സ്ഥിതി LDF അനുകൂലവും UDF പ്രതികൂലവുമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.